بسم الله الرحمن الرحيم. യസ്വയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റംളാൻ, വിശുദ്ധ ഖുർആൻ, റംളാൻ ക്യാമ്പയിൻ. ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال صلى الله عليه وسلم: اجتنبوا السبع الموبقات. قالوا يا رسول الله وما هن؟ قال: الشرك بالله، والسحر، وقتل النفس التي حرم الله إلا بالحق، وأكل الربا، وأكل مال اليتيم، والتولي يوم الزحف،
وقذف المحسنات المؤمنات وقذف المحسنات المؤمنات الغافلات. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. സർവാദരണീയരായ സാദാത്യങ്ങളെ, ആലിമീങ്ങളെ, പ്രാസ്ഥാനിക നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ മാസത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതീക്ഷയ്ക്കു വക നൽകുന്ന നടുവിലത്തെ പത്തിൽ ഏതു വലിയ തെറ്റുകുറ്റം ചെയ്തവനും പുറത്തു കൊടുക്കാൻ അവന്റെ ഉടമ കാത്തിരിക്കുന്ന ഈ ഒരു സുവർണാവസരത്തിൽ വിശുദ്ധ റമദാൻ, വിശുദ്ധ ഖുർആൻ എന്ന പ്രമേയത്തിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ടതില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് നാം ഈ വേദിയിലെത്തിയത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇന്നു മുതൽ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് എന്ന് നേരത്തെ നിങ്ങൾ സ്വാഗത ഭാഷണത്തിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അഥവാ മനുഷ്യ പ്രകൃതി എപ്പോഴും വിലക്കപ്പെട്ട ഖനികൾക്ക് ദാഹിക്കുന്ന ഒരു പ്രകൃതിയാണ്. നാം സാധാരണ പറയാറുണ്ട്, വിലക്കപ്പെട്ട ഖനികൾക്ക് ടേസ്റ്റ് കൂടുതലാണോ? അത് എവിടെയും അങ്ങനെയാണ്. നോക്കരുത് എന്ന് പറഞ്ഞത് നോക്കാൻ, തൊടരുത് എന്ന് പറഞ്ഞത് തൊടാൻ, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാൻ, അതിനെപ്പോഴും മനുഷ്യന് ഒരു താല്പര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതകീർത്തന എന്ന് പറയുന്നത് അത് രണ്ടു ഭാഗമാണ്. അഥവാ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മഅ്മൂറാത്തു വൽ മൻഹിയാത്ത്, അഥവാ നിയമങ്ങളും വിലക്കുകളും. നിയമങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക, സ്വതക്ക ചെയ്യുക, കുടുംബബന്ധം ചേർക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ. ഇത് നിയമങ്ങളാണ്. അതേസമയം ഒരു കൂട്ടം വിലക്കുകളും. ഇത് രണ്ടും കൂടെ അടങ്ങുന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്താ വിലക്കുകൾ? മദ്യപിക്കരുത്, പലിശ വാങ്ങരുത്, പലിശക്ക് കൊടുക്കരുത്, സാമ്പത്തിക ചൂഷണങ്ങളൊന്നും പാടില്ല, വ്യഭിചരിക്കരുത്, കൊലപാതകം നടത്തരുത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിലക്കുകളും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഏതിനാണ്? നിയമങ്ങൾ അനുവർത്തിക്കുന്നതിനോ അതോ വിലക്കുകൾ ഒഴിവാക്കുന്നതിനോ? ബഹുമാനപ്പെട്ട തസവ്വുഫിന്റെ പണ്ഡിതന്മാരുടെ ഭാഷ
ചെറുക്കുൽ മൻഹിയാത്ത് അഥവാ നിരോധനകൾ ഒഴിവാക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യമെന്നതാണ്. 5 നേരം സമയം തെറ്റാതെ നിസ്കരിക്കാൻ ആർക്കും സാധിച്ചേക്കാം. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സാധിച്ചേക്കാം. അല്ലാഹു പറഞ്ഞിട്ടുള്ള കൽപ്പനകളൊക്കെ ചെയ്താലും വേണ്ടാന്ന് പറഞ്ഞതും ചെയ്യണ്ട എന്ന് വെക്കാനാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുവാണ്. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഖുർആൻ ഓതുന്ന നല്ല നല്ല മനുഷ്യന്മാർ, അവരൊക്കെ പലപ്പോഴും അവരുടെ രഹസ്യ ജീവിതങ്ങളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഒരുപാട് വീക്ക്നെസ്സുകളാണ്, ദൗർബല്യങ്ങളാണ് അവരെ പിടികൂടിയെന്ന് നമുക്ക് കാണാൻ. നിയമങ്ങൾ എത്ര തന്നെ അനുവർത്തിച്ചാലും വിലക്കുകളിൽ നിന്നും മാറി നിൽക്കാൻ മനുഷ്യന് വളരെ പ്രയാസമുണ്ടാകുമെന്നാണ് ഇത് തെളിയിക്കുന്നത്. ഇത് ആദി മനുഷ്യനിലൂടെ തന്നെ തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട അബുൽ ബസർ ആദം അലൈഹിസ്സലാം അവരെ ഭൂമി ലോകത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിക്കുന്നതിന് മുമ്പ്, ഭൂമി ലോകത്ത് വന്നതിന് ശേഷമാണ് ഔദ്യോഗിക നിയമങ്ങളും വിലക്കുകളും ആദം നബി അലൈഹിസ്സലാമിന് ബാധകമാകുന്നത്. അതിനു മുമ്പ് സ്വർഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഭൂമിയിലിറങ്ങിയിട്ട് വരാനിരിക്കുന്ന നിയമവിലക്കുകളുടെ സമാഹാരത്തിലേക്കൊരു സൂചന എന്നോണം സ്വർഗത്തിൽ നിന്ന് ഒരു നിയമവും ഒരു വിലക്കും അല്ലാഹു നൽകുകയാണ്. എങ്കിൽ അവിടെ അത് ലംഘിക്കപ്പെട്ടത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഔദ്യോഗിക കളിക്കളത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് റിഹേഴ്സലിൽ ഒരാൾ തോറ്റുപോയെങ്കിൽ അതിന് തോൽവി എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് വീഴ്ച പറ്റി ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിന് വലിയൊരു പാഠമായിരുന്നു അത്. വല്ലിമ്മയും വല്ലിപ്പയും ആദം നബിയും ഹവ്വായും റളിയല്ലാഹു അൻഹ രണ്ടുപേരും ആ വിഷയം ശരിക്കും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ചുവടുവെച്ച് നീങ്ങുകയും ചെയ്തു ശ്രദ്ധയോടുകൂടെ. അതുകൊണ്ട് തന്നെ ആ വല്ലിപ്പക്കോ ഒരനക്കം പെടുത്തില്ല. സ്വർഗത്തിലാക്കുമ്പോൾ അല്ലാഹു നൽകുന്ന ഒരമ്രും ഒരു ലഹിയും ഒരു കൽപ്പന, ഒരു വിരോധന എന്താണ്? യാ ആദമു കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നു. ആദം നബിയെ, നിങ്ങൾ പോയിട്ട് സമാധാനത്തോടെ തിരിച്ചു കൊള്ളണം. ആദം നബി അലൈഹിസ്സലാമിനോടല്ല പറയുന്നു, ആദം നബിയെ നിങ്ങൾ സുക്കൂനോടുകൂടെ സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ തിരിച്ചു കൊള്ളണം. കേവലം പോയി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൽപ്പനയല്ല, സമാധാനപൂർവ്വം ജീവിക്കണം, സമാധാനപൂർവ്വം ജീവിക്കണം. ആദം നബി അലൈഹിസ്സലാം ഒറ്റയ്ക്ക് പോയിട്ട് സമാധാനം ഉണ്ടാവും? ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിന്നിട്ട് സമാധാനം ഉണ്ടാകില്ല. മറിച്ച് അവനെ തണുപ്പിക്കാനും അവനെ സമാധാനിപ്പിക്കാനും അവന്റെ പ്രതിസന്ധികൾ അകറ്റാനും അവന്റെ സുഖദുഃഖങ്ങൾ വായിച്ചെടുക്കാനും അതിനു വേണ്ട പരിഹാരം നൽകാനും കഴിയുന്ന ഒരു ഇണ അവനോടൊപ്പം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. നിങ്ങൾ മാത്രമായതുകൊണ്ട് ഒരിക്കലും സമാധാനം വരില്ല. സമാധാനം വരണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ ഞാൻ പടച്ചുവെച്ച നിങ്ങളുടെ വർഗത്തിലുള്ള ഇണകൾ ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها. ഖുർആൻ മറ്റൊരിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, ആ ഇണകൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു സമാധാനമാണ്. അതുകൊണ്ട്
തങ്ങളും തങ്ങളുടെ ഇണയും പോയിട്ട് ജീവിച്ചോളൂ ആദം നബിയെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആദം നബിയെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുക. ആ സമയത്ത് ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കൽപ്പന കടന്നതിന്റെ ശേഷം അല്ലാഹു പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിടത്ത് നിന്ന് ഇഷ്ടപ്പെട്ട വെള്ളം ഇഷ്ടപ്പെട്ട ഭക്ഷണോ നിങ്ങൾ തിന്നോ കുടിച്ചോ. കുടിക്കാൻ തിന്നാൻ യഥേഷ്ടം സ്വാതന്ത്ര്യം നൽകുകയാണ്. നിങ്ങൾ വേണ്ടത് തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്നുള്ളൊരു കൽപ്പന. അത് കഴിഞ്ഞിട്ട് ഒരു വിരോധനം വരുന്നു. ഒരിക്കലും ഈ വിലക്ഷപ്പെട്ട ഈ കനിയിലേക്ക് നിങ്ങൾ പോകരുത്. ഈ വൃക്ഷത്തിലുള്ള കനിയിലേക്ക് നിങ്ങൾ ഒരിക്കലും അടുക്കാൻ പാടില്ല. വിലക്കപ്പെട്ട കനികൾക്ക് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് അടുത്താൽ അതിൽ ചെന്ന് പെട്ടുപോകും. അതുകൊണ്ട് അടുക്കാൻ തന്നെ പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഒരുപാട് പാഠങ്ങളുണ്ട് ആ ആയത്തിൽ. ഞാൻ അതിലേക്ക് വരില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. ഇത് ആമുഖമായി പറയേണ്ടി വന്ന ഒരു കാര്യമായതുകൊണ്ടെന്ന് പറയുന്നതുമാണ്. മനുഷ്യർക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പഠിപ്പിക്കാൻ, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഭൂമിയിലിറങ്ങിയാൽ നിങ്ങൾക്ക് വരാനുള്ളത് ഇതുപോലുള്ള 100 കൂട്ടം നിയമങ്ങളും 100 കൂട്ടം വിലക്കുകളുമാണ്. അതിലേറ്റവും കൂടുതലുണ്ടാകുക നിയമങ്ങളായിരിക്കും, വിലക്കുകൾ കുറവായിരിക്കും. അതൊക്കെ അതിൽ പാഠങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. അവിടെ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ പഴവർഗ്ഗങ്ങളും തിന്നുന്നു, നടന്നു തിന്നുന്നു, കുടിക്കുന്നു, ഒരു വീഴ്ചയും വരുന്നില്ല. അതേസമയം എന്ന് പറഞ്ഞ ആ മരത്തിൽ തന്നെയാണ് ചെന്ന് വീഴുന്നത്. ആ മരത്തിലെ കനി തന്നെയാണ് ആദം നബി അലൈഹിസ്സലാമും ഹവ്വായും അനുഭവിക്കുന്നത്. അതോടുകൂടെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് നൽകിയ ഒരു പാഠമുണ്ട്. ഇതിലൂടെ ബഹുമാനപ്പെട്ട ആദം നബിക്ക് നൽകിയ ഒരു പാഠമുണ്ട്. എപ്പോഴും വിലക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിലക്കുകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. ഹറാമുകളിൽ നിന്ന് പതിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ സംഭവിച്ചത് അബദ്ധമല്ലെങ്കിലും ഇനി ഭൂമിയിലിറങ്ങിയിട്ട് വളരെ ശ്രദ്ധയോടെ വേണം നടക്കാൻ. റിഹേഴ്സലിൽ എന്തെങ്കിലും അബദ്ധം വന്നാൽ അത് അബദ്ധമാണെന്ന് പറയും, അത് അബദ്ധമാണെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അബദ്ധമായി അതിനെ ഒരിക്കലും വിലയിരുത്തപ്പെടില്ല. അതിന്റെ പേരിൽ ആൾക്ക് യാതൊരുവിധ നഷ്ടങ്ങളും വരില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്കിലും അത് ഉത്ബോധനത്തിനുതകുമെന്നത് സത്യമാണ്. അത് വെച്ചിട്ട് ആ വല്ലിപ്പയും ഭൂമിയിലുള്ള അവരുടെ ശിഷ്ടജീവിതം നയിച്ചു. അവർ വളരെ ശ്രദ്ധയോടെ കരുതലോടെ നടന്നെങ്കിൽ ആദമിന്റെ മക്കളായ നമ്മൾ പിഴക്കുക തന്നെ. എവിടെ നോക്കിയാലും നമുക്ക് അപാകതകളെ ഉള്ളൂ, പിഴവുകളെ സംഭവിക്കുന്നുള്ളൂ. ഈ അവസ്ഥയിൽ മരിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയണം. ഇതാണ് വിരോധിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 7 വൻദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മഹാനാശിനികൾ. അങ്ങനെയാണല്ലോ. മൂബിക്കാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹ്ലിക്കാത്തി എന്നാണ്. മനുഷ്യനെ കൊന്നുകളയുന്ന തിന്മകള്, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന തിന്മകള്, ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി കളയുന്ന, മനുഷ്യന്റെ മനുഷ്യത്വം തകർത്ത് കളയുന്ന 7 തിന്മകളുണ്ട്. സപ്തനാശിനികൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. 7 നാശിനികൾ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇജ്തനിബു സബഅൻ മുബിഖാത്ത്. 7 നാശിനികളെ നിങ്ങൾ കരുതിയിരിക്കണം. അവയെ നിങ്ങൾ പൂർണ്ണമായി അവയുമായി അകന്നു ജീവിക്കണം. ഇജ്തനിബു സബഅൻ മുബിഖാത്ത്. 7 മഹാപാപങ്ങളോട് നിങ്ങൾ അകന്നു കഴിയണം. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അർത്ഥം എന്താ? അകന്നു ജീവിക്കുക. തൊട്ടടുത്തൊന്നും എത്തരുത്, വളരെ ദൂരപ്പെട്ട് കഴിയണം അതിൽ നിന്ന്.
വളരെ ദൂരപ്പെട്ടാ കഴിയേണ്ടത്. കാരണം അടുത്തു പോയാൽ ഇത്തരം ചെറുകളിൽ കുടുങ്ങിപ്പോകും. അപ്പൊ ഇതിനോട് അടുക്കാൻ തന്നെ പാടില്ല. അതിന് റസൂലുള്ള ഇത് മാത്രമാണ് സന്തോഷം എന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരു ആമുഖത്തോടുകൂടെ തന്നെ ഞാൻ തുടങ്ങുന്നുണ്ട്. പാപങ്ങൾ സന്തോഷം ചെറുദോഷം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടെന്നുണ്ടോ? എന്താണ് മഹാന്മാരായ ഇമാമുമാർ ഇതേക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഇൻഷാ അല്ലാഹ് ഒക്കെ പറയാം. കാരണം ഇത് നമുക്ക് വ്യക്തമായ ഒരു പഠനമായിരിക്കണം. ഇതോടുകൂടെ ഈ വിഷയസംബന്ധമായുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം ചെറിയ രൂപത്തിലേക്ക്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിർബന്ധമായി ഈ 7 കാര്യങ്ങൾ അതിഗൗരവമുള്ളതാണ് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാനും കേൾക്കാനും അതിലപ്പുറം ജീവിതത്തിൽ തിരുത്തു പ്രഖ്യാപിക്കാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. സുഹൃത്തുക്കളെ, എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്നൊരു പക്ഷേ നമ്മളെ കൂട്ടത്തിൽ ചിലരെങ്കിലും ആലോചിച്ചേക്കാം. ഇതിലൊന്ന് ശിർക്കാണ്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സപ്തനാശിനികളെ നിങ്ങൾ കരുതിയിരിക്കണമെന്ന് പറയുമ്പോ സഹാബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ആ 7 മഹാപാപങ്ങൾ ഏതൊക്കെയാണ് നബിയേ? ഖാല ശിർക്കു ബില്ലാഹ്. നബിതങ്ങൾ പറഞ്ഞു, ഒന്ന് അല്ലാഹുവിനോടുകൂടെ മറ്റുള്ള വസ്തുക്കളെയും ശക്തികളെയും വ്യക്തികളെയും ഒക്കെ പങ്കുചേർക്കലാണ് അശ്ശിർക്കു ബില്ലാഹ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. വളരെയധികം ഗൗരവത്തോടെ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം എന്താ, ഇപ്പോഴും സമൂഹത്തില് സാധാരണഗതിയിൽ നമ്മുടെ ചില വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ചില വിശ്വാസങ്ങളും ഒക്കെ ശിർക്കിലേക്ക് വഴിവെക്കുന്നുണ്ട്. ഈ ശിർക്ക് എന്ന ഈ വാചകങ്ങളെ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ കവലപ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഒരു തൗഹീദ് ശിർക്കും. അതല്ലേ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അനങ്ങിയാൽ കണ്ടതിനെ മുഴുവൻ ശിർക്കാക്കി തള്ളി ഇസ്ലാം വിശ്വസിച്ചു പോരുന്ന ഐനു തൗഹീദാണ്, തൗഹീദിന്റെ സത്തയാണെന്ന് വിശ്വസിച്ചു വരുന്ന ബഹുമാനപ്പെട്ട ഇമാമുമാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ശിർക്കാണെന്നും അത് ചെയ്യുന്നവർ മുശ്രിക്കുകളാണെന്നും പറയുന്ന ഒരു പ്രവണത സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ട്. അവരെ നമുക്ക് അവരുടെ പാട്ടിന് വിടാം, അവരുടെ പിന്നാലെ കൂടാനുള്ള സമയമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. കാരണം അത് മഹാന്മാരായ അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടൊരു യാഥാർത്ഥ്യമാണ്. അവർ സാധാരണ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശിർക്കാണോ അല്ലേ എന്നുള്ളത് അതൊരിക്കലും ശിർക്കാകുന്ന പ്രശ്നമേ ഇല്ല. അതല്ല നമ്മളിവിടെ പറയുന്നത്. അതേസമയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ട് അതുപോലെ തന്നെ പ്രവൃത്തികളെ കൊണ്ട് നമ്മുടെ വിശ്വാസങ്ങൾ കാരണമായിട്ട് പലപ്പോഴും ശിർക്കിനോട് സമരസപ്പെടുന്ന അല്ലെങ്കിൽ അതിനോട് സംപ്രീതി കാണിക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ജീവിതത്തിലുണ്ട്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കലല്ല. അത് ശിർക്കല്ല, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സത്തയാണ്. അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാന്ന് പറഞ്ഞു, അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കാന്ന് പറഞ്ഞു, അല്ലാഹു സ്നേഹിക്കാൻ പറഞ്ഞതിനെ സ്നേഹിക്കാന്ന് പറഞ്ഞത് അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സത്തയായിരുന്നു. ശിർക്ക് എന്ന് പറഞ്ഞതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതെന്തൊക്കെയാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അക്കമിട്ടിങ്ങനെ എണ്ണിത്തരുന്നു. ഇതൊക്കെ ശിർക്കിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങളാണ്. ആദർശം അല്ലേ, നമ്മെ രക്ഷിക്കുന്ന കാവലാളാണ് ആദർശം. ആദർശമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മനുഷ്യന്റെ ആത്യന്തികമായ വിജയം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാന്നിധ്യമില്ലെങ്കിൽ ആ മനുഷ്യനെ പിന്നീട് ഒന്നിനും കൊള്ളില്ല. അവന്റെ പരലോകം തീരാ നഷ്ടത്തിലായിരിക്കും. അതുണ്ടാവാൻ പാടില്ല. അവിടെയാണ് തൗഹീദിനെ കുറിച്ച് പറയേണ്ട, ശിർക്കിനെ കുറിച്ച് പറയേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വസ്സിഹ്റു. രണ്ടാമത്തേത് സബഉൽ മുബിഖാത്തിൽ രണ്ടാമത്തേത് സിഹ്റാണ്, മാരണം. മാരണം, സിഹർ ചെയ്യുക, സിഹർ ചെയ്യിപ്പിക്കുക, സിഹർ പഠിക്കുക, സിഹർ പഠിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ. ഇതിന്റെ ഒക്കെ വിധി എന്താണ്? ഒക്കെ ഹറാമാണ്. സബഉൽ മുബിഖാത്തിന്റെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറിനെ എഴുതിയത്. സിഹിർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടോ? നാളെ ഇവിടെ ചർച്ച ചെയ്യും. ഖുർആന്റെ അടിസ്ഥാനത്തിൽ സിഹിർ ഉണ്ടോ ഇല്ലേ? ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് സിഹിർ ചെയ്തിട്ട് ഒരാൾക്ക് വല്ല നഷ്ടവും എത്തിക്കാൻ കഴിയോ?
ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് പറയേണ്ടതില്ല. എന്നിട്ട് ആ ഖുർആനും ഹദീസും വിവരിക്കാൻ വേണ്ടി മഹാന്മാരുടെ വാക്യങ്ങൾ, അവരുടെ വിശദീകരണങ്ങൾ അത് നമുക്ക് വായിക്കുകയും ചെയ്യാം. സിഹറിനെ കുറിച്ച് വളരെ കൂടുതലായി പറയേണ്ടതുണ്ട്. അതുമായിട്ട് മുസ്ലിം ഉമ്മത്തിന് ബന്ധമുണ്ടോ? ഇത് പറയാൻ മുസ്ലിമീങ്ങൾ ഈ കൂട്ടത്തിലുണ്ടോ? എത്ര ആളുകൾ? കാരണം ഇപ്പോഴും മാരണക്കാരെയും ജ്യോത്സ്യന്മാരെയും ഒക്കെ സമീപിച്ച് അവരുടെ ഏലസ് കെട്ടുകയും അവരുടെ ഉറുക്ക് കെട്ടുകയും അവരുടെ മന്ത്രങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നല്ല ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ മിനിയാന്ന് ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അവിടെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുക, അദ്ദേഹം അന്ന് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ പേഴ്സിനകത്ത് ഒരു വിഗ്രഹത്തിന്റെ ഫോട്ടോ കാണുകയാണ്. ബഹുദൈവ ആരാധകരുടെ ഒരു വിഗ്രഹത്തിന്റെ ഫോട്ടോ. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാ സുഹൃത്തെ നിന്റെ പേഴ്സിൽ ഇത് കയറിക്കൂടിയത്? അപ്പം പറഞ്ഞപ്പോൾ ഇത് വന്നതിന്റെ അത്ര ജീവിതത്തിൽ ഒരു ബർക്കത്തുണ്ടായത്. ഇതാ കേട്ടോ, പറയണോ പറയണ്ടേന്ന് പറയാൻ വേണ്ടിയാ പറയും. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതെയായി പോയി. ഇത്തരം കൊടിയ എന്താണ് വിഷയം? അതിന്റെ ഗൗരവം ആലോചിച്ചു നിങ്ങൾ ആ വാക്കിന്റെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചേറ്റിയ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ രണ്ടാമത്തെ സഹാത്തിൽ നിന്നുണ്ട് ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് പറയേണ്ട ആവശ്യമാണ്. ഒരുപാട് ആളുകളുടെ കയ്യിലും കഴുത്തിലും ആ അരയിലൊക്കെ ഏത് ചെയ്യുന്നു? ജ്യോത്സ്യന്മാരുടെയും മാരണക്കാരുടെയും ഒക്കെ ഉറുക്കുകളും മന്ത്രങ്ങളും ഒക്കെ കെട്ടിത്തൂക്കുന്ന സ്വഭാവം പാടില്ല. അതേസമയം ഇസ്ലാം അനുവദിച്ച ഖുർആൻ കൊണ്ട് ദിക്ർ കൊണ്ടുള്ള മന്ത്രങ്ങളാവാം, ഉറുക്കുകളാവാം. അതൊക്കെ ഞാൻ അവിടെ വെച്ച് പറയാം. ഓരോ വിശദമായ ചർച്ച തന്നെ ചെയ്യേണ്ടതുണ്ടോ. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖത്ലുൽ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു നിശ്ചയിച്ച ജീവൻ അന്യായമായി കളയുക, കൊന്നുകളയുക. ഇതാണ് മൂന്നാമത്തെ തൊഴിൽമുഖ. വർത്തമാന സാഹചര്യത്തിൽ ഇത് പറയേണ്ടതുണ്ടോ? നിങ്ങളെന്തെന്ന് ആലോചിച്ചത്? കൊലപാതകത്തിന് വല്ല ഗൗരവവും ഇന്ന് വർത്തമാനകാല സമൂഹം കണക്കാക്കുന്നുണ്ടോ? പച്ചവെള്ളം ഒഴുക്കുന്ന ലാഘവത്തോടെയല്ലേ ചോര റോട്ടിൽ വെട്ടിയൊഴുക്കുന്നത്? ഒരു വിഷമവുമില്ല ഇതിന്. അതൊക്കെ പത്രങ്ങളിൽ നമ്മൾ എപ്പോഴും കാണുന്നു, ടെലിവിഷനിൽ എപ്പോഴും നമ്മൾ കാണുന്നു, പത്രങ്ങളിൽ കാണുന്നു, വായിക്കുന്നു. ശരിയാണ് ഉസ്താദേ, പക്ഷേ നമ്മൾ അതിലൊന്നും പെട്ടില്ലല്ലോ എന്ന് തോന്നിയേക്കാം. ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ സദസ്സിലുള്ള പല ഉമ്മമാരും കൊലയാളികളായിരിക്കും, പല ഉപ്പമാരും കൊലയാളികളായിരിക്കും. ഞാൻ കൊലയാളിയല്ലാന്ന് തോന്നിയിരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കൊലയാളിയായിരിക്കും നമ്മൾ. അല്ലാഹുവിന്റെ റസൂലിനോട് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറയുന്നത്, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ എന്ന് പേടിച്ചിട്ട്, നിന്റെ സുഖജീവിതത്തെ, നിന്റെ ചോറ് മുടക്കുമോ എന്ന് പേടിച്ചിട്ട് നിന്റെ സ്വന്തം കുഞ്ഞിനെ നീ കൊന്നുകളയാൻ ഏറ്റവും വലിയ കൊലപാതകമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അബോർഷനുകളുടെ വിധിയെന്ത് എന്ന് നമുക്ക് പറയണം. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാരെന്ന് പറഞ്ഞു അതേക്കുറിച്ച്. മക്കളെ ഗർഭപാത്രത്തിലിട്ട് കൊല്ലുന്നതിന്റെ വിധിയെന്ന് പല ഉപ്പമാർക്കും നെഞ്ചത്ത് കൈവച്ച് വേദനിക്കാനും കരയാനും ഒക്കെ സമയമുണ്ടാകും. ജീവിതത്തിൽ ശിഷ്ടജീവിതത്തിലെങ്കിലും തക്കുവ കീപ്പ് ചെയ്ത് ജീവിക്കാൻ അത് നമുക്ക് കാരണമാകും. ചെറുപ്പക്കാർ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഇത്തരം അന്യായങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ ഇത് പ്രചോദനമാകും. അല്ലാഹുവിൽ നമുക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതിന്റെ ആമുഖമായി തന്നെ പറഞ്ഞതാണ്. എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഖുർആനിലൊക്കെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, ഹദീസുകൾ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, പലിശ തിന്നല്. അതൊന്നും ഈ കാലഘട്ടത്തിൽ പറയാതിരിക്കലാണെന്നത്. കാരണം പലിശമയത്തിലൊക്കെ മുങ്ങിക്കിടക്കുകയാണ് ലോകം. യതീമിന്റെ ധനം വെട്ടിവിടുക, യതീമിന്റെ ധനം വെട്ടിവിടുക,
സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാടെ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഇത് മുഴുവനും പറയേണ്ടതാണ്. ഇതിപ്പോ പറയൽ പ്രസക്തമാണെന്ന് തോന്നാത്ത ഒരു ഭാഗമുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. യുദ്ധം രൂക്ഷമാണ്. കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടുക. മുസ്ലിം സൈന്യത്തെ വഞ്ചിച്ചുകൊണ്ട്, മുസ്ലിം പക്ഷത്തെ വഞ്ചിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് തിരിഞ്ഞോടാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല മുസ്ലിം ഉമ്മത്തിനെ. ഇത് സബഉൽ മുബിഖാത്താണ്. പിന്നീടോ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ഏഴാമത്തെ മഹാപാപം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, കേട്ടോളൂ, തീർത്തും പരിശുദ്ധരായ, തീർത്തും വിഷയാസക്തികളെ തൊട്ട് ഗാഫിലീങ്ങളായ അശ്രദ്ധരായ ആളുകൾ, വിശ്വാസികളായ ആളുകളെ കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിക്കുക ഏഴാമത്തെ മഹാപാപമാണ്. സബഉൽ മുബിഖാത്തിൽ ഏഴാമത്തേത് വ്യഭിചാരോപണമാണ്. ഇതിന്റെ പ്രസക്തി പറയേണ്ടതില്ലല്ലോ. കാരണം പലപ്പോഴും മാന്യന്മാരെ വഷളാക്കാൻ വ്യഭിചാരോപണം ഉന്നയിക്കുന്നു. പത്രങ്ങളത് ഏറ്റുപിടിക്കുന്നു, ചാനലുകളത് ഏറ്റുപിടിക്കുന്നു, പ്രഭാഷകരത് ഏറ്റുപിടിക്കുന്നു. എല്ലാവർക്കും കോളായി. എങ്കിൽ ഇതിന്റെയൊക്കെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ഖുർആനിക വീക്ഷണത്തിൽ നമുക്കൊന്ന് നോക്കിക്കാണണം. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്. ഇൻഷാ അല്ലാഹ് അത് ചർച്ച ചെയ്യുമ്പോൾ അന്ന് ഞാൻ പറയാം. ഇന്ന് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, വ്യഭിചാരം വന്തോഷാണ്. തർക്കല്ല ആ കാര്യത്തില്. വ്യഭിചാരം വന്തോഷാണ്. പക്ഷെ വന്തോഷങ്ങളുടെ കൂട്ടത്തിൽ സബഉൽ മുബിഖാത്ത് ഉണ്ട്. 7 വന്തോഷങ്ങൾ, ഏറ്റവും ഗൗരവമുള്ള 7 വന്തോഷങ്ങൾ. ആ 7 വന്തോഷങ്ങളുടെ കൂട്ടത്തിൽ ഏതില്ല? വ്യഭിചാരല്ല. പക്ഷെ ഏതുണ്ട്? വ്യഭിചാര ആരോപണം. ഇൻഷാ അല്ലാഹ് അതിന്റെ ഗൗരവം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വ്യഭിചാരം സബഉൽ മുബിഖാത്തിൽ പെട്ടിട്ടില്ല. അതേസമയം വന്തോഷാണ്, മഹാതെറ്റാണ്. പക്ഷേ വ്യഭിചാര ആരോപണം, ഒരാൾ വ്യഭിചരിക്കാതെ വ്യഭിചരിച്ചു എന്ന് പറയല് വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുപ്പുള്ള കേസാണെന്നാ പറയാൻ പോകുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോ വിഷയവും അന്നന്ന് അത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വിഷയത്തിലേക്ക് കടന്നു വരിക. ഇതാണ് യഥാർത്ഥത്തിൽ സബഉൽ മുബിഖാത്തിലെ 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ആഗ്രഹവും കൂടെ നമുക്ക് പറയാം. പാപങ്ങൾ ചെറുത് വലുത് ഇങ്ങനെ രണ്ടുണ്ടോ? ചെറുദോഷം വന്തോഷം നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് വന്തോഷാണോ അതോ ചെറുദോഷാണോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവர்கள் പറയുന്നു, ഒരു വിഭാഗം ഇമാമുമാർ, ഒരു പറ്റം ഇമാമുമാർ പറഞ്ഞു, പാപത്തിൽ ചെറുദോഷം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയില്ല, എല്ലാം സന്തോഷമാണ്. പാപങ്ങളുടെ കൂട്ടത്തിൽ ചെറുദോഷം എന്ന് പറഞ്ഞിട്ടൊരു പാപം തന്നെയില്ല, എല്ലാ പാപങ്ങളും മഹാപാപങ്ങളാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള എല്ലാ പാപങ്ങളും ഖബായിലുകളാണ്, സന്തോഷങ്ങളാണ്. അബൂ ഹാത്തിം ഇസ്റാഈലി, ഖാദി അബൂബക്കർ ബാഖിലാനി, ഇമാമുൽ ഹറമൈൻ, ഇബ്നുൽ ഖുസൈമി, ഇബ്നു ഖുറൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ ശരിപക്ഷത്താണ്. അവർ പറഞ്ഞു സന്തോഷം ചെറുദോഷം ഇങ്ങനെ പകതിരിക്കാമെന്നല്ല, എല്ലാം സന്തോഷങ്ങളാണ്. പാടിക്കാതെ പറഞ്ഞത് ചെയ്യാതിരിക്കാൻ തന്നെയാണ്. അത് പിന്നെ ചെയ്യരുത്. അതിൽ ഇതിനൊന്ന് ചെറുത് ഒന്ന് വലുതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം പ്രിയപ്പെട്ട സഹോദര, മുഴുവൻ അഥവാ വ്യതിയാനം സംഭവിച്ചു പോയ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുഴുവൻ ആ മുഴുവൻ പറഞ്ഞ പാപങ്ങളുടെ കൂട്ടത്തിൽ ചെറുതുമുണ്ട് വലുതുമുണ്ട്, ചെറുദോഷമുണ്ട് വന്തോഷമുണ്ട്. അതേക്കുറിച്ച് അവർ പറഞ്ഞു ഇത് ശരിയല്ല, എല്ലാവരും ഒത്തു സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരു പാപത്തെ ലഘൂകരിച്ചുകൊണ്ട്, ഒരു പാപം കടുപ്പം കൂട്ടി അവതരിപ്പിച്ച്
ഈ ലഘൂകരിക്കപ്പെട്ട പാപം ഒന്നുമല്ല എന്ന അവസ്ഥയിൽ എത്തുന്നത് ഒരിക്കലും ശരിയല്ല. എന്നാൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ ജുംഹൂറിന്റെയും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ പഠിക്കേണ്ടത്. വഖാലൽ ജുംഹൂറുലമാവും പറഞ്ഞു, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു, ഇന്നൽ മആസിയ തൻഖസിമു ഇലാ സഗായിറ വ കബായിർ. പാപങ്ങളിൽ ചെറുദോഷം വൻദോഷം എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിയും. പക്ഷേ പേരിന് മാത്രം നേരത്തെ പറഞ്ഞത് വൻദോഷം ചെറുദോഷം എന്ന് പറയില്ല എന്ന് പറഞ്ഞത്, അവ ചെറുദോഷം ചെയ്യാതെ മനുഷ്യൻ കൂടിപ്പോകും. അത് കഴിഞ്ഞിട്ടാണ് ചെറുദോഷം ചെയ്യാൻ പറ്റിയതല്ല. ആ പാപത്തിന്റെ ഗൗരവം കുറഞ്ഞു പോകാനും പാടില്ല. പക്ഷേ പേരിന് നിരത്തുണ്ട് വൻദോഷമെന്നും ചെറുദോഷമെന്നും അങ്ങനെ പേര് വിളിക്കാമെങ്കിലും അതിനേക്കാൾ വലിയ പാപങ്ങൾ ഉണ്ടെന്ന അർത്ഥത്തില് അത് വലുത് ഇത് ചെറുത് എന്ന് പറയാമെങ്കിലും പാപങ്ങളുടെ ഗൗരവം കുറയുന്ന രൂപത്തില് ചെറുദോഷം വൻദോഷം എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കാൻ പാടില്ല. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടെ ഇത് പഠിപ്പിക്കുകയും ചെയ്തു. വൻദോഷങ്ങളുടെയും ചെറുദോഷങ്ങൾക്കിടയിലും പാർട്ടില്ല, വ്യത്യാസമില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ആ പറഞ്ഞതൊക്കെ ഏത് ആപേക്ഷികമായിട്ടുള്ള ചെറുപ്പവും വലുപ്പമാണ്. അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇത് വലുതാണ്, ഇത് ചെറുതാണ്. അല്ലാതെ ഇത് നിസ്സാര തെറ്റാണ്, ആർക്കും എപ്പോഴും ചെയ്യാമെന്നതല്ല ചെറുദോഷം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ആ വിഷയത്തെ ആദ്യമായി മനസ്സിലാക്കുക, എന്നിട്ട് വിഷയത്തിലേക്ക് വരിക. എപ്പോഴും പാപങ്ങളെ കാണേണ്ടത് വിലക്കിയവന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിച്ചാണ്. പാപം നിസ്സാരമാണെന്നല്ല കാണേണ്ടത്. ആരെയാണ് ഇതുവഴി ഞാൻ ധിക്കരിക്കുന്നത്, ധിക്കരിക്കപ്പെടുന്നവന്റെ മഹത്വം ഓർക്കുക. അല്ലാഹു റബ്ബുൽ മഹത്വം ആലോചിച്ച് ഏത് പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ മുസ്ലിമീങ്ങൾ പഠിച്ചിരിക്കണം. ഇതാണ് പാപങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട്. ഇനി മാത്രമല്ല, ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളോട് വിരോധിക്കപ്പെട്ടതിൽ നിന്നുള്ള മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, അപ്പോൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ രണ്ടെണ്ണമുണ്ട്. രണ്ട് പേര് പറയാവുന്നത് വന്നു. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വിരോധനകളിലെ മഹാപാപങ്ങൾ നിങ്ങൾ വെടിയുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങൾ നിങ്ങൾക്ക് നാം പുറത്തു തരും. സ്നേഹാർദ്രമായ പോസ്റ്റ് നിങ്ങളെ കൊണ്ടുപോയി പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഏതാണ് ആ പോസ്റ്റ്? കരുണ കാണിക്കുന്ന പോസ്റ്റ്, സ്നേഹം തുളുമ്പുന്ന പോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്വർഗമാണ്. മുഴുവൻ കരീമാ, വളരെ മാന്യമായ പ്രവേശന കവാടത്തിൽ നിങ്ങളെ കൊണ്ടുപോയി കടത്തും, അഥവാ സ്വർഗത്തിലേക്ക് കടത്തിത്തരും. എന്തു ചെയ്യണം? മഹാപാപങ്ങൾ വർദ്ധിക്കാൻ നിങ്ങൾ തയ്യാറാകണം, കബായിറുകളെ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാവണം. എങ്കിൽ അല്ലാഹു അത് ചെയ്യും. ഇനിയും അതാ പടച്ചവർക്ക് പറയുന്ന الذين يجتنبون كبائر الإثم والفواحش إلا اللمم. മഹാപാപങ്ങളെയും വൃത്തികേടുകളെയും ഒഴിവാക്കുന്ന മുഅ്മിനീങ്ങൾ ഇല്ലല്ലമ, ചെറിയ ചെറിയ തെറ്റുകൾ ഒഴികെ. ഇവിടെയൊക്കെ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ രണ്ടെണ്ണമായി പേര് വിളിക്കാമെന്നിടത്തേക്ക് എത്തുന്നു. ഇനി അതാ ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് വെറുപ്പാക്കി, അല്ലാഹു നിങ്ങൾക്ക് വെറുക്കപ്പെട്ടതാക്കിയിരിക്കുന്നു. അൽ കുഫ്റാ വൽ ഫുസൂഖാ വൽ ഇസ്യാന, 3 സ്റ്റെപ്പുകളാ അല്ലാഹു പരിചയപ്പെടുത്തിയത്. ഒന്നേറ്റവും ഗൗരവമുള്ള കുഫ്ർ, സത്യനിഷേധം, ശിർക്ക്, കുഫ്ർ. ഇതിനെ അല്ലാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പാടില്ലാത്തതാക്കിയിരിക്കുന്നു. വൽ ഇസ്യാ വൽ ഫുസൂഖ്, ചമ്മാടിത്വത്തെയും അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ഇത് മഹാപാപങ്ങളാണ്. വൽ ഇസ്യാൻ, തെറ്റുകുറ്റങ്ങളും അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഇത് ചെറുദോഷങ്ങളാണ്.
ഇങ്ങനെ 3 സ്റ്റെപ്പ്. സന്തോഷത്തിൽ തന്നെ ഏറ്റവും കടുപ്പമുള്ള ശിർക്ക്, അതാണ് കുഫ്ർ. പിന്നെയുള്ള സന്തോഷങ്ങൾ ഇതാണ് ഫുസൂക്ക്, ചമ്മാടിത്തം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വലിയ സിയാൻ, മനുഷ്യരിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങള് എല്ലാം നിങ്ങൾക്ക് അല്ലാഹു തആല ഹറാമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. ഇനി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത് നോക്ക്. അൽ ജുമുഅതു ഇലൽ ജുമുഅതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഹദീസ്, അൽ ജുമുഅതു ഇലൽ ജുമുഅതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു വെള്ളിയാഴ്ച മര്യാദക്ക് നേരത്തെ പോയി അൽക്കഹ് പോതി സ്വലാത്ത് ചൊല്ലി ഖുത്ബ ശ്രദ്ധിച്ച് കേട്ടു, അതിനിടയിൽ ഒരു സംസാരവുമില്ല, ജുമുഅ മര്യാദക്ക് നിസ്കരിച്ച് ദുക്റും ദുആഉം ഒക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോന്നു. ഇങ്ങനെ നല്ല ഒരു ജുമുഅക്ക് ഒരാൾ പങ്കെടുത്താൽ ഇലൽ ജുമുഅ, അടുത്ത വെള്ളിയാഴ്ച വരെ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഈ ജുമുഅക്ക് പോയി അടുത്ത ജുമുഅക്കും പോയാൽ ഈ ജുമുഅ അടുത്ത ജുമുഅ വരെയുള്ള മുഴുവൻ പാപങ്ങളെയും പൊറുപ്പിച്ച് കളയാൻ പറ്റിയതാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാപാപങ്ങൾ വർദ്ധിക്കുന്ന കാലത്തോളം ഉണ്ടോ, മഹാപാപങ്ങൾ വർദ്ധിക്കുന്ന കാലത്തോളം ബാക്കിയുള്ളതൊക്കെ പരസ്യം പുറത്തു കൊടുക്കുന്നു. അപ്പോ ആപേക്ഷികമായി ചില പാപങ്ങൾക്ക് കടുപ്പം കൂടുതലുണ്ട് എന്ന് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയ സംബന്ധമായി വൻദോഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലവർ കിതാബ് തന്നെ രചിച്ചു. ഇമാം സഹബിക്ക് ഒരു കിതാബുണ്ട്, കിതാബുൽ കബായിർ. കിതാബുൽ കബായിർ, മഹാപാപങ്ങൾ എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കിതാബുണ്ട് സവാജിർ. സവാജിർ, ശക്തമായ വിലക്കുകൾ എന്ന് പറഞ്ഞിട്ട് സവാജിർ, കിതാബു സവാജിർ എന്ന് പറഞ്ഞിട്ട് കിതാബ്. ഇതൊക്കെ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഗൗരവമേറിയ കേസുകളാ പറഞ്ഞത്. ഇനി ഇതിൽ വൻദോഷവും ചെറുദോഷവും ഇങ്ങനെ 2 പേര് വിളിക്കാമെങ്കിൽ ഇതിന്റെ മാനദണ്ഡം എന്താ? എപ്പോഴാണ് ഒരു പാപം വൻദോഷാകുന്നത്, എപ്പോഴാണ് ഒരു പാപം ചെറുദോഷാകുന്നത്? ഇതിന്റെ മാനദണ്ഡം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം സഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന്റെ മാനദണ്ഡം കുറെ പറഞ്ഞിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഏറെക്കുറെ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഇമാം ദഹബി എടുത്തിരിക്കുന്ന ഒന്നാമത്തെ മാനദണ്ഡം പെട്ടെന്ന് മനസ്സിലാകും. അന്നഹാ മാ ലഹിഖ സാഹിബഹാ അലൈഹാ ബിഖുസൂസിഹാ വഈദുൻ ശദീദുൻ ബിനഫ്സി കിതാബിൻ ഔ സുന്നഹ്. ഹദീസിലോ ആയത്തിലോ ശക്തമായ താക്കീത് വന്നിട്ടുണ്ട് അത് ചെയ്യുന്ന ആളെ പറ്റി. ഇത് തന്നെയാണ് മഹാപാപം. വേഗം കൊണ്ട് മനസ്സിലാക്കുക. കബീറത്ത്, വൻദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അദാബുൻ ശദീദ്, വഈദുൻ ശദീദ്, ശക്തമായ താക്കീത് ഹദീസ് നേരിട്ട് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ബിനഫ്സി കിതാബിൻ ഔ സുന്നഹ്. അവരെക്കുറിച്ച്, ഇത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ശക്തമായ താക്കീത് വന്നിട്ടുണ്ടെങ്കിൽ, ഹദീസിലോ ഖുർആനിലോ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് വൻദോഷം. ഇതല്ലാത്തതാണ് ചെറുദോഷം. ചെയ്യാൻ പാടില്ല, പക്ഷെ അത്ര ശക്തമായ താക്കീത് ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇതിനെക്കുറിച്ചാണ് ചെറുദോഷം എന്ന് പറയുന്നത്. എന്നാൽ ഈ വൻദോഷം എത്ര എണ്ണം ഉണ്ട് പറയാനും കണക്കാക്കാനും പറ്റൂല. എത്ര എണ്ണ വൻദോഷം എന്ന് പറയാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഗൈറു മഹ്ദൂദ്. അത് ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ഗൈറു മഹ്ദൂദ്, അത് ഇത്രയാണ് എന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. അത് എണ്ണമറ്റത്ര കിടക്കുന്നുണ്ട്. എണ്ണാണെങ്കിൽ ധാരാളം കിട്ടും ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഹിയ ഇല സബഈന അഖറബു മിൻഹാ ഇല സബ്. വൻദോഷങ്ങൾ 7 എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, 7 എന്ന് പറയുന്നതിനേക്കാൾ അഭിപ്രായം ഒന്നും കൂടെ സത്യത്തോട് അടുക്കുക 70 എന്ന് പറയുമ്പോഴാണ്. 70 മഹാപാപങ്ങളുണ്ടെന്ന് പറയാം. എന്നാലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനിയായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുമ പറയുന്ന 700 എന്ന് പറയലാണ്. അതിലേറെ അടുത്തു നിൽക്കുന്നത് ഹിയയിലെ 700 അഖറബ്. കാരണം അതിലുള്ള എല്ലാ വകഭേദങ്ങളും കൂടെ കൂട്ടുമ്പോൾ പിന്നെയും കണക്ക് ഇങ്ങനെ കൂടി പോകും. അപ്പൊ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറഞ്ഞതോ അതിലെ പ്രധാന വകുപ്പ് മാത്രമേ എണ്ണിയിട്ടുണ്ടാവുള്ളൂ.
അതിന്റെ ഇനങ്ങളൊക്കെ വർഗത്തിൽപ്പെടുത്തിയിട്ട് വർഗനാമത്തിൽ ഇനങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വരുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 700ഓളം മഹാപാപങ്ങൾ എണ്ണാൻ കഴിയും എന്നതാണ് പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കുക, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്റാർ. എന്നാൽ ഇതാണ് മഹാപാപങ്ങൾ എന്ന് കരുതി സാധാരണ ചെറിയ തെറ്റുകൾ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, വ്യക്തമായ തൗബ, ശർത്തത്തെ തൗബ ചെയ്യുകയാണെങ്കിൽ പിന്നീട് മഹാപാപമില്ല, അത് അല്ലാഹു പുറത്തു കൊടുക്കും. തൗബയോടുകൂടെ മഹാപാപമില്ല. വലാ സഗീറത മഅൽ ഇസ്റാർ, സ്ഥിരമായി ചെയ്യുമ്പോൾ ചെറുദോഷവുമില്ല. ഒരാള് വളരെ നിസ്സാരമെന്ന് കരുതി അയാളൊരു തെറ്റ് എന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ പേര് ചെറുദോഷമല്ല കേട്ടോ, അത് വൻദോഷമായി മാറും. വലാ സഗീറത മഅൽ ഇസ്റാർ. അതിനും ഗൗരവം കാണേണ്ടതുണ്ട്. നമ്മളിപ്പോ ഈ പറയുന്നതിന്റെ ഫലം എന്തായിരിക്കണം? ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന ഗൗരവമേറിയ കേസുകളിൽ നിന്നെങ്കിലും നമ്മുടെ ജീവിതം ശുദ്ധമായിരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാത്തതിനെ ഒരു പ്രശ്നവുമില്ലാതെ യഥേഷ്ടം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായി തീരല്ല വേണ്ടത്. മറിച്ച് ഇതിൽ നിന്ന് അകന്നു ജീവിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും നിർബന്ധമായി വന്നേ പറ്റുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും തുണക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ കബായിറുകൾ എത്രയാന്ന് പറയാൻ പറ്റില്ല. ആ കബായിറുകളിൽ നിന്ന് 7 റസൂലുള്ള ഗൗരവത്തിൽ എണ്ണി. അത് മൂബിക്കാത്താണെന്ന് പറഞ്ഞു. 7 പറ്റി റസൂലുള്ള പറഞ്ഞത് മൂബിക്കാത്തുന്നാണ്. മൂബിക്കാത്തു ഈ 7 മാത്രമാണോ മൂബിക്കാത്ത്? അങ്ങനെ ചിലർ മനസ്സിലാക്കി പോയിട്ടുണ്ട്. മൂബിക്കാത്ത് ഈ 7 മാത്രമാണ്. അതുമല്ല, ഇതിന്റെ അപ്പുറത്ത് മൂബിക്കാത്ത് എന്ന് പറഞ്ഞാൽ മുഹ്ലിക്കാത്ത്, മനുഷ്യനെ കൊന്നുകളയുന്ന പാപങ്ങൾ. കൊന്നുകളയുന്ന പാപങ്ങൾ എന്ന് പറയുന്ന ആ വകുപ്പ് 7ന്റെയും മേലെയാണ്. അതിന്റെയും മുകളിൽ പിന്നെയും ഉണ്ട്. എന്താ കാരണം? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇന്നക്കും ലതഅമലൂന അഅ്മാലാ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശാർ ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ അഹ്ദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ മൂബിഖാത്ത്. സുബ്ഹാനല്ലാഹ്. എന്താ ഈ കേൾക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക്കും ലതഅമലൂന അഅ്മാലാ. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായക്കാരനാണല്ലേ. ചെറുപ്പത്തിൽ തന്നെ ഉമ്മ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. 10 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്തു. ചെറിയ കാലത്ത് തന്നെ ഹബീബ് വഫാത്തായി പോയി. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ആ അനസ് റളിയല്ലാഹു അൻഹുവിന് പ്രായമാകുമ്പോ അനസ് റളിയല്ലാഹു അൻഹു കാരണവരാകുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, റസൂലുള്ളാഹിയിൽ നിന്ന് കുറച്ചിങ്ങ് അകലം വന്നു. ഈ ഉമ്മത്തിന് റസൂലുള്ള വഫാത്തായിട്ട് കുറച്ച് അകലം വന്നു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, കൂട്ടുകാരെ, ഇന്നക്കും ലതഅമലൂന അഅ്മാലാ, ഇന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളും, ഇന്ന് നിങ്ങൾ കുറെ ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശാർ, അത് നിങ്ങളുടെ കണ്ണിൽ തലനാരിനേക്കാൾ നിസ്സാരമാണ്. ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശാർ, തലയിലെ മുടിയേക്കാൾ നിസ്സാരമായിട്ടാണ് നിങ്ങൾ ഇന്ന് യഥേഷ്ടം സധൈര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിനെയും കാണുന്നത്. ഇന്ന് നിങ്ങളൊക്കെ നിത്യശീലമാക്കിയ കാര്യം, നിങ്ങളുടെ കണ്ണിൽ അത് ഒരു തലനാരിന്റെ പ്രശ്നം പോലും, ഒരു മുടിയുടെ പ്രശ്നം പോലും നിങ്ങൾ വെക്കുന്നില്ല. മുടിയേക്കാൾ നിസ്സാരമാണ് നിങ്ങൾക്ക്. എങ്കിൽ ഇൻ കുന്നാ ലനഉദ്ദുഹാ, നിശ്ചയം ഞങ്ങൾ ആ പാപങ്ങളെയൊക്കെ എണ്ണിയിരുന്നു. ഫീ അഹദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തില് ഞങ്ങൾ ആ പാപങ്ങളെ എണ്ണിയിരുന്നു. മിനൽ മൂബിഖാത്ത്, മനുഷ്യനെ കൊന്നുകളയുന്ന മഹാനാശിനികളുടെ കൂട്ടത്തിലാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഈ മുണ്ട് ചെരിയാണിയുടെ താഴെ വലിച്ചഴക്കുന്ന സംസ്കാരം ആ കൂട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ നിങ്ങൾ? ഞെരിയാണിയുടെ താഴെ മുണ്ട് വലിച്ചഴക്കുന്ന സംസ്കാരോ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ അപ്പറഞ്ഞ ഏത് തലനാരിനേക്കാൾ നിസ്സാരവൽക്കരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപാപങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ശക്തമായി പറഞ്ഞ പാപങ്ങള്,
ആ പാപങ്ങളുടെ കൂട്ടത്തിലാണ് ഈ സംഗതി എനിക്ക് തോന്നുന്നത്. കാരണം പലർക്കും മുണ്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കന്നെ. അപ്പൊ മഹാനവറുകൾ വേദനയോടുകൂടെ പറഞ്ഞതാ, ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എത്ര പ്രസക്തിയുണ്ട് അതിന്. ഇപ്പോൾ അത് പറയാൻ എനിക്ക് സമയമല്ല. ഞാൻ എന്റെ ഏകദേശം സീഡികളിൽ പലപ്പോഴും അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറഞ്ഞതല്ല, അതിനുള്ള ഗുണം ലഭിച്ചിട്ടുണ്ട്. ശ്രോതാക്കളിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 80-ലധികം ഹദീസുകളിൽ നബിതങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. തുണി ഞെരിയാണ്ട് താഴോട്ട് പോകരുത്. തുണിയായാലും പോകരുത്, പാൻസായാലും പോകരുത്, കന്തൂറയായാലും പോകരുത്. എന്തായാലും ശരി. ഇതെന്തോന്നറിയില്ല. ചിലപ്പോൾ വിവരമുള്ളവർ അല്ലെങ്കിൽ മാതൃകയാവേണ്ടവർ വരെ ഈ രൂപത്തിൽ വഷളായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഞെരിയാടിയുടെ താഴേക്ക് മുണ്ടിറങ്ങാൻ പാടില്ല. പാൻസ് നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നീളം കുറക്കണം, വെട്ടിയെടുക്കണം. മാപ്പിളമാരുടെ പാൻസ് അങ്ങനെ ആയിരിക്കണം. അത് അതിന്റെ ഗൗരവം പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കിടക്കാൻ സമയമല്ല. കാരണം സബുൽ മൂബിഖാത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാനത് പറഞ്ഞതാണ്. ഏത് റസൂലുള്ളാഹിയുടെ കാലത്ത് ഞങ്ങൾ മൂബിഖാത്തിൽ കണ്ടിരുന്ന പലതും ഇന്ന് നിങ്ങൾക്ക് ഏതാണ് നിസ്സാര കേസാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ജറുൽ ഇസാർ അതിൽപ്പെട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുണ്ട് വലിച്ചഴക്കുക എന്ന് പറഞ്ഞത് അതിൽപ്പെട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാൻ, എനിക്ക് ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. അപ്പോ മൂബിഖാത്ത് എന്ന് പറഞ്ഞതും എണ്ണല്ല, അതിന്റെ അപ്പുറത്തുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് എന്ത്, ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, മൂബിഖാത്തിൽ 7 നിങ്ങൾ കാക്കണം. അങ്ങനെയാ പറഞ്ഞത്. 7 അത് വളരെ വളരെ ഗൗരവമുള്ളതായി സബുൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞു. അതേതാണെന്നാണ് ആദ്യം എണ്ണിയത്. ആ 7 ഇവിടെ ചർച്ചയും ചെയ്യുന്നത്. അതിൽ ഇന്ന് ഒന്നാമത്തെ ചർച്ച കടന്നു വരാൻ പോകുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തെ, അശ്ശിർക്കു ബില്ലാഹ്, ശിർക്കാണ്. ശിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിര്. ഇതാണ് ശിർക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ട് സംഭവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ശിർക്ക് എന്ന് പറയുന്നത്. ബഹുദൈവാരാധന, ബഹുദൈവ വിശ്വാസം, നിഷേധം, അതൊക്കെ ഈ കൂട്ടത്തിൽ, ഈ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കുഫ്ർ, ഇത് ഷിർക്കിനേക്കാൾ കടുപ്പുള്ള, ഷിർക്കിനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ്. ഷിർക്ക്, കുഫ്ർ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇർത്തിദാദ്, ഇതിനൊക്കെ ഒരേ വിധിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തോടെ കാണാം. തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അകന്നു നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ചെയ്യണം, ഉപേക്ഷിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഉപേക്ഷിക്കന്നെ വേണം. അവിടെ പരമാവധി എന്നുള്ള കണക്കില്ല. ഇദാ അമർതുക്കും ബിശൈഇൻ, വല്ല സംഗതിയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ ഫഅ്തൂ മിൻഹു മസ്തതഅ്തും, നിങ്ങൾക്ക് ആവതാകുന്നത് നിങ്ങളതിൽ നിന്ന് ചെയ്യണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആവതാകുന്ന അത്ര ചെയ്യാൻ. കാരണം ഫർളായ കാര്യങ്ങൾ അത് നിർബന്ധമാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ഉപേക്ഷിക്കൽ ഹറാമാവുമ്പോ പിന്നെ അത് ഉപേക്ഷിക്കാൻ പറ്റൂല. അതേസമയം സുന്നത്തായ കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് കരിക്കാന്, സുന്നത്ത് നോമ്പ് നോൽക്കാന്, ഖുർആൻ പാരായണം ചെയ്യാൻ, ഇതൊക്കെ എത്രയാ മസ്തതഅ്തും, പരമാവധി ചെയ്യും. എത്രയാ സാധിക്കാമെങ്കിൽ സാധിക്കുന്നതിനനുസരിച്ച് ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ സാധിക്കണം എന്നില്ല. അതേസമയം തെറ്റുകുറ്റങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. വഇദാ നഹൈതുകും അൻ ശൈഇൻ, ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങൾ പരമാവധി ചെയ്യണം എന്ന് പറഞ്ഞ നബി പറയാണ്, വഇദാ നഹൈതുകും അൻ ശൈഇൻ, വല്ലതിനെ തൊട്ടും ഞാൻ നിങ്ങളോട് വിരോധിച്ചാൽ, ചെയ്യല്ല എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫജ്തനിബൂ. ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവിടെ ഇസ്തിതാഅത്ത് എന്ന ഡിമാൻഡ് ഇല്ല, മസ്തതാഅത്ത് എന്ന് പറഞ്ഞില്ല. ഫജ്തനിബൂ, അതിൽ നിന്ന് നിങ്ങൾ അകന്നു കഴിയണം, അത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതിൽ പിന്നെ എന്നെ കൊണ്ട് ആവൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു പരിപാടി എന്നല്ല, പാടില്ല എന്ന് പറഞ്ഞത് പാടില്ല എന്ന് തന്നെയാണ്. അതിലേക്ക് പിന്നെ മുസ്ലിം അടുക്കരുത്. അപ്പൊ അതുകൊണ്ട് പാപങ്ങളോടുള്ള നമ്മുടെ നിലപാട്, നമ്മുടെ സമീപനം അതായിരിക്കണം. പാപത്തെ ഒരു വിശ്വാസി കാണേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഉറക്കെ ചൊല്ലണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റിട്ടാണ്, മഗ്ഫിറത്തിന്റെ 10-ലാണ്, ആയിരക്കണക്കിന് പാപങ്ങൾ ചെയ്തായിരിക്കുന്നത്.
സുഹൃത്തെ, വലിയ പ്രതീക്ഷയുണ്ട്. ഇത്തരം മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചൊരു തെർലിയെ തുറക്ക വിളിച്ചാൽ മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പടച്ചോനെ, ഈ പാവങ്ങൾക്ക് നീ പുറത്തു കൊടുക്ക്, നമ്മൾ രക്ഷപ്പെടൂലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നൽ മുഅ്മിന യറാദുനൂബഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി وإن الفاجر يرى ذنوبه كذباب وقع على أنفه فقال به هكذا فطار. ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, പാപത്തോടുള്ള മൂമിനായ മനുഷ്യന്റെ നിലപാടെന്ത്, ഫാജിറായ മനുഷ്യന്റെ നിലപാടെന്താണ്? നല്ല ഈമാനുള്ള മനുഷ്യൻ പാപത്തെ എങ്ങനെയാ കാണുക? അതേസമയം തമ്മാടി പാപത്തെ എങ്ങനെയാ കാണുക? രണ്ടും നബിയാണ് പറഞ്ഞുതരാം. നമ്മൾ ഏത് ഗണത്തിലാണെന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കാലോ. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഈമാനുള്ള മനുഷ്യൻ അവന്റെ പാപത്തെ കാണുക. ക അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മല, ആ മലയുടെ ചുവട്ടിൽ അവനിങ്ങനെ പോയിരിക്കുകയാണ്. ആ മല അവന്റെ മേലെ പൊളിഞ്ഞു വീഴാൻ ഇങ്ങനെ ചരിഞ്ഞു വരുന്നുണ്ട്. മല ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? മല പൊളിഞ്ഞു ഇവന്റെ മേലെ വീഴാൻ നിൽക്കുക. അത് കണ്ടുകൊണ്ട് അവൻ ആ മലയുടെ താഴെ ഇരിക്കുമോ? ഇല്ലല്ലോ. പരമാവധി വേഗം എഴുന്നേറ്റിട്ട് ഓടൂലേ രക്ഷപ്പെടാൻ? ഇതേ രൂപത്തിലാണ് പാപങ്ങളോടുള്ള സമീപനം വിശ്വാസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളുള്ളിടത്തേക്ക് പോകാനും തെറ്റായ കാര്യങ്ങൾ കേൾക്കാനും വീണുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനും തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാനും ഒരു മുസ്ലിമിന് വല്ലാത്ത പേടിയായിരിക്കും. ഏതുപോലെ ഒരു മല ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന മലയുടെ ചുവട്ടിലിരിക്കാൻ പേടിയുണ്ടാവും പോലെ ഇത്രയും പേടിയുണ്ടാകും പാപങ്ങളെ സമീപിക്കാൻ മുസ്ലിമിന്. അതേസമയം ഫാജിറിനോ? ഇതിപ്പോ നമുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഇനി നമ്മൾ ഫാജിറിന്റെ കേൾക്കുക, അതേ അവസ്ഥയാണോ നമുക്കുള്ളത് നോക്കുക. ഫാജിർ പാപത്തെ ഏത് കണ്ടുകൊണ്ടാ കാണുക? വൈന്നൽ ഫാജിറ യറാ ദുനൂബഹു, ഫാജിറിന് പാപം ഒരു പ്രോബ്ലമാണ്, ഒരു പ്രശ്നമാണ്. തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് മോശമാണെന്നൊക്കെ അവനറിയാം. പക്ഷെ ആ പ്രശ്നം അവന് എത്രയേ ഉള്ളൂ? കദുബാബിൻ വഖഅ അലാ അൻഫിഹി, കദുബാബിൻ വഖഅ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദാ ഫതാർ. അത് മൂക്കത്തിരിക്കുന്ന ഒരു ഈച്ചയെ പോലെ അവൻ കാണുള്ളൂ. മൂക്കത്തിരിക്കുന്ന ഒരു ഈച്ച. ഫഹാകദാ ഫഖാല ബിഹി ഹകദാ ഫതാറ. അതിങ്ങനെ അങ്ങോട്ടാക്കിയപ്പോ പറന്നങ്ങോട്ട് പോയി. കാരണം മൂക്കത്തൊരു ഈച്ച ഇരുന്നത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് ആരെങ്കിലും കൂട്ടുമോ? പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട് എന്റെ മൂക്കത്തൊരു ഈച്ച, അതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം വിളിക്കുമോന്നില്ല. അത് അവനറിയാം, മൂക്കത്തുള്ള ഈച്ച ഇങ്ങനെ അങ്ങോട്ട് ആട്ടി അതാണ് പറന്നു പോകുന്നത്. അതത്ര വലിയ പ്രശ്നമല്ല. അതിനൊരു 10 ആളെ വിളിച്ചിട്ട് പരിഹാരം തേടേണ്ട കാര്യമല്ല. അപ്പൊ ഇത്ര നോർമൽ കേസായിട്ടാണ് ആര് കാണുക? തമ്മാടി പാപത്തെ കാണുക. എന്ത് പാപം ചെയ്യാൻ നേരം അതിനെന്താ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുവാന്. അതന്നെ ഫാജിറിന് പാപത്തോടുള്ള കാഴ്ചപ്പാട്. നമ്മൾ സത്യത്തിൽ എന്റെയും നിങ്ങളെയും കാഴ്ചപ്പാട് അങ്ങനെയല്ലേ? ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനിപ്പോഴും ആലോചിക്കുന്നു, മഞ്ചേരിയിലുള്ള ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, കച്ചവടത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിയാണ്. എന്റെ പാർട്ട്ണർ അദ്ദേഹം എല്ലാ മാസവും സ്വലാത്ത് മജ്ലിസിലേക്ക് പോകും. നല്ല മനുഷ്യനാണ്, നല്ല ധർമ്മം ചെയ്യുന്ന ധർമ്മശീലമുള്ള ആളാണ്, ധർമ്മിഷ്ഠനാണ്, നിസ്കാരക്കാരനാണ്, നോമ്പുള്ളവനാണ്, ഖുർആൻ ഓതുന്നവനാണ്, എല്ലാം ഉണ്ട്. പിന്നെന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുതലാളിമാർക്കുണ്ടായേക്കാവുന്ന, പടച്ചോനെ പേടിയില്ലാത്ത മുതലാളിമാർക്കുണ്ടായേക്കാവുന്ന പല രോഗങ്ങളും അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടക്കിടക്കൊരു കുപ്പി പൊട്ടുക, ഇടക്കിടക്കൊരു വള കിലുങ്ങുക, ഇതൊക്കെ ഇയാളുടെ രോഗം, ഇതൊക്കെ ഇയാൾക്കുണ്ട്. അപ്പൊ ഇതിനെ ഇദ്ദേഹം ചോദ്യം ചെയ്തു. സുഹൃത്ത്, എങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ? നീ ചെയ്യുന്ന നല്ല അമലുകളൊക്കെ ബാത്തിലാക്കാൻ ഇടക്ക് നീ ഇത്തരം വൃത്തികേടിലേക്ക് പോകുന്നു. ഉടനെ തന്നെ ഈ മനുഷ്യൻ പറഞ്ഞത്ര, അതിനെന്താടോ അടുത്ത മാസവും സ്വലാത്ത് വരുന്നില്ലേ, അന്നേ നമുക്ക് പൊറുപ്പിച്ച് കളയാം. ഇയാൾ സ്വലാത്തിൽ പൊറുപ്പിക്കാൻ, ദുആ മജ്ലിസിലേക്ക് പൊറുപ്പിക്കാൻ ഇയാൾ അഡ്വാൻസ് ആയിട്ട് പാപം ഉണ്ടാക്കി വെക്കുക. ഇതാണ് തമ്മാടിയുടെ ലക്ഷണം. ഏത് പാപം എന്ന് പറഞ്ഞാൽ അതൊരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ കഴിഞ്ഞു. അത് വളരെ വളരെ സിമ്പിൾ കേസാണെന്ന് മനസ്സിലാക്കുന്നവൻ ഈ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. പാപത്തെ ഗൗരവത്തോടെ കാണണം.
അതിനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു തന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുന്യാ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇദഖ്ശഅറ ജസദുൽ മുഅ്മിനി, ഒരു മുസ്ലിമിന്റെ ഈമാനുള്ള മനുഷ്യന് രോമാഞ്ചമുണ്ടായാൽ, ഇദഖ്ശഅറ ജസദുൽ മുഅ്മിനീൻ, ഒരു മൂമിനായ മനുഷ്യന്റെ ശരീരത്തിൽ രോമാഞ്ചമുണ്ടായി, മിൻ മഹാബത്തില്ല, പടച്ചോനെ പേടിച്ചിട്ട് എന്തോ തെറ്റുകുറ്റം കണ്ടപ്പോ അയാൾ അങ്ങോട്ട് ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ എന്തോ കണ്ടപ്പോ അയാളുടെ രോമങ്ങളൊക്കെ എടുത്തു പിടിച്ചു. ഇതൊക്കെ ജസദുൽ മുഅ്മിനി മിൻ മഹാബത്തില്ല, പടച്ചോനെ പേടിച്ചിട്ട് ഒരു മുസ്ലിമായ മനുഷ്യന് രോമാഞ്ചം ഉണ്ടായാൽ, ബഹുമാനപ്പെട്ട റസൂലുള്ള പറയാൻ, അവന്റെ പാപങ്ങൾ, ഒരു തെറ്റ് കണ്ടപ്പോ അവനൊന്നും അങ്ങോട്ട് ഞെട്ടിപ്പോയി, ആ വിറയലിൽ അയാളുടെ പാപങ്ങൾ മുഴുവനും അതാ അയാളുടെ ശരീരത്തിൽ നിന്ന് വീണുപോകുന്നു. ഏതുപോലെ ഉണങ്ങി നീരുവറ്റി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയും പോലെ, അങ്ങനത്തെ ഒരു മരം ഒന്നങ്ങോട്ട് കുലുക്കി കൊടുത്താൽ ഇലകളൊക്കെ അങ്ങോട്ട് പൊഴിയും എന്നതുപോലെ അവന്റെ ശരീരം പടച്ചോനെന്ന് വിചാരിച്ചിട്ട് ഒന്നങ്ങോട്ട് ഞെട്ടിപ്പോയാൽ പാപങ്ങൾ അത്രയും വീണങ്ങ് പോകും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിനുള്ള തൗഫീഖ് ഈ 4 ദിവസത്തെ പ്രഭാഷണത്തിൽ നമ്മുടെ വേദിയിൽ അല്ലാഹു ഉണ്ടാക്കി തരട്ടെ. ഒരുപാട് തവണ പാപത്തെ ഭയപ്പെടാനും അത് കാരണം പാപം പൊറുപ്പിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അവസരം നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാപത്തിന്റെ ഗൗരവവും പാപത്തിന്റെ ശിക്ഷയും ഇതൊക്കെ പറഞ്ഞ് ഒരാമുഖം നീട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ ഇന്നത്തെ ദിവസം അതിലൂടെ പോകുന്നു പേടിച്ചിട്ട് മാത്രം വിഷയത്തിലേക്ക് അങ്ങോട്ട്